വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണ്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുവനാണ് ആദ്യമായി ക്ഷേത്രം നിർമ്മിച്ച് കണ്ണകിയെ പ്രതിഷ്ഠിച്ചത്. പാർശ്വനാഥ ജൈനൻ്റെ പരദേവതയായിരുന്ന പത്മാവതി ദേവിയെ ഉപജീവിച്ചുകൊണ്ട് പത്തിനിക്കടവുൾ അഥവാ ഭാര്യാദൈവം എന്ന പേരിലാണ് ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെട്ടിരുന്നത്. ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ ക്ഷേത്രത്തിന് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു. ചെങ്കുട്ടവൻ്റെ കാലത്ത് ശൈവമതത്തിന് സ്വാധീനം നേടിയിരുന്നു. പത്തിനി കടവുൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത്. കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യകൃതികളിൽ വർണ്ണിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു. അവരിൽ ഒരാളായിരുന്നു സിലോണിലെ ഗജബാഹു ഒന്നാമൻ. മഹായാമൻ പരിഭാഷയിൽ രചിച്ച മഹാവംശത്തിൽ AD 2-ാം നൂറ്റാണ്ടിൽ ഗജബാഹു സിലോണിൽ വാണിരുന്നതായും വഞ്ചിയിൽ വന്ന് പത്തിനീദേവി പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തതായും പറഞ്ഞു കാണുകയാൽ 1800 വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠ നടന്നതായി കണക്കാക്കാം. ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഒറ്റമുലയുള്ള കണ്ണകിയുടേതായിരുന്നു എന്നാണ് സാഹിത്യ പരാമർശം. എന്നാൽ ഇത് വസൂരിമാലയ്ക്ക് മാത്രമേ ഇതുമായി ആകാരസാമ്യം കാണപ്പെടുന്നുള്ളൂ. 108 ശിവാലയങ്ങളിൽ ഒരു ശിവക്ഷേത്രം കൂടിയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. ചെങ്കുട്ടവൻ്റെ കാലത്ത് പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ആദിശങ്കരൻ ശ്രീകോവിലിൽ ശ്രീചക്രം പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു പോരുന്നത്. അശോകൻ്റെ കാലത്ത് ബുദ്ധമതത്തിന് പ്രചാരം സിദ്ധിക്കുകയും പിൻകാലത്ത് ചേര രാജാക്കന്മാർ ബുദ്ധമതം സ്വീകരിച്ചതോടെ കാവും ബുദ്ധവിഹാരമായെന്നും അങ്ങനെ കുരുംബ ഭഗവതി ക്ഷേത്രം മുൻപ് ഒരു ബൗദ്ധകേന്ദ്രമായി മാറിയെന്നും പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു. ബലിക്കല്ലായി ഉപയോഗിച്ചിരുന്ന വൃത്താകാരത്തിലുള്ള ശിലയിന്മേൽ കാണുന്ന പത്മദളങ്ങൾ ഒരു ബൗദ്ധസ്തൂപത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ശിലയെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെന്നാണ് ചിലരുടെ വിശ്വാസം. ബൗദ്ധരെ ഓടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിൽ കോഴിബലിയും ഭരണിപ്പാട്ടും ആരംഭിച്ചതെന്ന വാദത്തിൽ കഴമ്പുണ്ടാകാമെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ക്ഷേത്രം ബൗദ്ധക്ഷേത്രം ആയിരുന്നില്ല എന്നും പ്രാചീന ഹിന്ദു ആരാധനാ പ്രകാരമുള്ള ആചാരങ്ങൾ ആണ് ഇവയൊക്കെ എന്നും ആരാധിച്ചിരുന്നത് ശക്തിസങ്കല്പത്തിൽ തന്നെ ആണ്. ഭൂമിദേവിയെ പ്രതിനിധാനം ചെയ്യുന്നതായിരിക്കാമെന്നും ഉർവരത പൂജയാണ് ബലിയിലൂടെ അർത്ഥമാക്കുന്നതെന്നും ചിലർ കരുതുന്നു. എന്നാൽ ഇത് ഒരു ജൈനക്ഷേത്രമായിരുന്നു എന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. കൊടുങ്ങല്ലൂർ ആണ് കൊടുങ്ങല്ലൂർ ആയതെന്നും ജൈനക്ഷേത്രങ്ങൾക്കാണ് കല്ല് എന്ന് പറയാറുള്ളത് എന്നും ഇത് ഒരു ജൈനക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. പിൻകാലത്തെ ശിവക്ഷേത്രമായി പരിണമിച്ചതാണെന്നും ചിലർ കരുതുന്നു. അതിനെ ആധാരമായി ചൂണ്ടിക്കാണിക്കുന്നത് തൃക്കണാമതിലകം ശിവക്ഷേത്രവും മറ്റും ജൈനക്ഷേത്രങ്ങളായിരുന്നുവെന്ന പഴമ ഈ വാദത്തിന് പിൻബലമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ഇതിന് ചരിത്രപരമായി യാതൊരു പിൻബലവുമില്ല. ശൈവമതത്തിൻ്റെ പ്രചാരത്തോടെ ഈ ക്ഷേത്രം ശൈവരുടെ ക്ഷേത്രമായി മാറി. സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന
സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ കാളിയെ ആരാധിച്ചിരുന്നതെങ്കിലും പിന്നീട് ആദിപരാശക്തിയായ പാർവതീദേവിയുടെ പര്യായമായി തീരുകയായിരുന്നു. എങ്കിലും പൊതുസമൂഹത്തിൽ നിലനിന്നിരുന്ന പാരസ്പര്യം നിറഞ്ഞ സാമ്പത്തിക ഉൽപാദന ബന്ധങ്ങളുടെയും സഹിഷ്ണുതകളുടെയും ഫലമായി ആണ്ടിലൊരിക്കൽ ക്ഷേത്രം സന്ദർശിക്കുവാനുള്ള അവസരം ശാക്തേയർക്ക് നൽകപ്പെട്ടു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് അശ്വതി നാളിലെ കാവുതീണ്ടൽ. ഭരണിപ്പാട്ട് മറ്റു ചിലർ അത് സ്വന്തം ഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ആദിമ ജനതയുടെ രോഷപ്രകടനമായാണ് കാണുന്നത്. ഉർവരതാ സങ്കല്പങ്ങളും രതിയും ആഘോഷമാക്കി ജീവിച്ചു പോന്ന ഒരാദിമ ജനതയുടെ ആഘോഷ സങ്കല്പങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇതെന്ന് വ്യാഖ്യാനിക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട്. എന്നാൽ ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമാണെന്നും ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ തങ്ങളുടെ ദൈവത്തിനു നേർക്ക് ആത്മരോഷം പ്രകടിപ്പിക്കുന്നതാണെന്നും അഭിപ്രായമുണ്ട്. കേരളത്തിൽ ആദിപരാശക്തിയായ ഭദ്രകാളിയെ ആദ്യമായി കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു. ഇതിനുവേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയുന്നു. കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും കുടുംബക്ഷേത്രങ്ങളും ഇവിടെ വന്ന് ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 ദേവിമാരിൽ ലോകാംബിക എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം. ഭർത്താവിൻ്റെ മരണത്തിൽ മനം നൊന്ത് മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദംബയായ പരാശക്തിയിൽ ലയിച്ച് മോക്ഷം നേടിയതായും വിശ്വസിക്കപ്പെടുന്നു. ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത്. ദേവീ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. പുരാണ ഇതിഹാസങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുരനിൽ നിന്നും സമസ്ത ലോകത്തെയും രക്ഷിക്കാൻ പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത്. ദാരിക നിഗ്രഹത്തിന് ശേഷം കോപം ശമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ദേവീസ്തുതികളും ബലിയുമായി നൃത്തമാടിയെന്നും അപ്പോൾ കോപം ശമിച്ച് ദേവി സന്തുഷ്ടയായെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ സംഭവത്തിൻ്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം. ശുംഭനിശുംഭ യുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണയായി അവതരിച്ച കാളി രക്തബീജാദികളെ വധിക്കുന്നതായും ഐതിഹ്യമുണ്ട്. ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്ന മഹോത്സവമാണ് ഭരണിയെന്നും വിശ്വസിക്കപ്പെടുന്നു. മഹാകാളിയുടെ പ്രതീകാത്മകമായ വെളിച്ചപ്പാടന്മാരുടെ മഹോത്സവമാണ് ഭരണി മഹോത്സവം. ഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഭക്തർ 2 മുട്ടുവടി കൊണ്ട് താളമിട്ട് ദേവീസ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് 3 വലം വെച്ച് ചെമ്പോലത്തകിടുകളിൽ അടിക്കുകയും ചെയ്യുന്നു. ചെമ്പട്ടെടുത്ത് വാളും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു. അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഭരണി വിശേഷിപ്പിക്കപ്പെടുന്നത്. ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം, മാംസം, മത്സ്യം, മൈഥുനം, മുദ്ര എന്നീ പഞ്ചമകാര പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നാണ് വിശ്വാസം. അതിൽ ലൈംഗികത കൊണ്ടുള്ള ആരാധനയായ മൈഥുനത്തിൻ്റെ പ്രതീകമാണ്
അശ്വതി നാളിലെ കാവ് തീണ്ടലിൻ്റെ ഭാഗമായി ഭരണിപ്പാട്ട് പാടുന്നത് എന്നാണ് വിശ്വാസം. ദേവി ദാരികനിൽ വിജയം വരിച്ച രേവതി നാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു. ബലിയുടെ പ്രതീകമായാണ് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത്. കോഴിക്കല്ല് മൂടൽ ശത്രുദോഷം മാറാനുള്ള വഴിപാടായും നടത്തുന്നു. മഞ്ഞളും കുരുമുളകും ദേവിക്ക് സമർപ്പിക്കുക എന്നതാണ് പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഒഴിയാൻ നടത്തുന്ന മറ്റൊരു വഴിപാട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ തെക്ക് മാറി പഴയ ദേശീയപാത 17 ചേർന്ന് റോഡിന് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുറുമ്പയമ്മ ക്ഷേത്രവും കുറുമ്പക്കാവും സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് ചേരൻ ചെങ്കുട്ടുവൻ പത്തിനിക്കടവുൾ പ്രതിഷ്ഠ നടത്തിയത്. എന്നാൽ പരശുരാമൻ തപസ്സു ചെയ്ത് പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും മഹാമേരു ചക്രത്തിൽ മഹാകാളിയെ ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠിച്ചതാണെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. പിന്നീട് ശങ്കരാചാര്യരാണ് ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിൽ മാറ്റി ത്രിപുരസുന്ദരിയായി ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. മീനഭരണിയുടെ തലേദിവസം നടത്തപ്പെടുന്ന പൂജയാണ് അശ്വതി പൂജ. തൃച്ചന്ദന ചാർത്ത് എന്ന് അറിയപ്പെടുന്ന ഈ പൂജ രഹസ്യപൂജയാണ്. ദാരികനുമായുള്ള യുദ്ധത്തിൽ ദേവിക്കുണ്ടായ മുറിവുകൾക്ക് ചികിത്സയായാണ് തൃച്ചന്ദന ചാർത്ത് പൂജ നടത്തുന്നതെന്നാണ് സങ്കല്പം. 7 ദിവസം നടയടച്ച് നട തുറപ്പ് വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന പൂജകൾ ദേവിയുടെ വിശ്രമവും ഒപ്പം ഭഗവതിയുടെ പരിവാരങ്ങളുടെ ഉത്സവവും ആയിട്ടാണ് സങ്കല്പം. ഭരണി ഉത്സവം ആരംഭിച്ചതിനെപ്പറ്റി നിരവധി നിഗമനങ്ങളുണ്ട്. ചോഴന്മാരെ നേരിടാൻ പുറപ്പെടുന്നതിന് മുമ്പ് ആത്മീയമായും സാമുദായികമായും ഉന്നതി കൈവരിക്കാൻ കുലശേഖര രാജാവ് രാമവർമ്മ കുലശേഖരൻ നടത്തിയ ഏതെങ്കിലും യജ്ഞത്തിൻ്റെ ആചാരമായിട്ടാണ് ഭരണി മഹോത്സവത്തെ കണക്കാക്കുന്നത്. ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് 2 തലത്തിലാണ് ദേവിയെ ഭക്തർ സ്തുതിക്കുന്നത്. ഭക്തിയോടുകൂടിയ ദേവീസ്തുതികളാണ് ഒരു കൂട്ടർ പാടുന്നതെങ്കിൽ ചില ആളുകൾ തെറിപ്പാട്ടുകളും പാടാറുണ്ട്. എന്നാൽ ഇന്ന് തെറിപ്പാട്ടിന് നിരോധനമുണ്ട്. കോഴിക്കല്ല് മൂടൽ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങുന്നു. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.